ചിക്കു ഇത് പോയതിനേക്കാളും കഷ്ടമായിട്ടാണല്ലോ കിടക്കുന്നത്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. വൃത്തിയില്ലാത്ത നമ്മുടെ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്. അതായത് ഇവർ രാവിലെ ജോണിക്കുട്ടീനെ ഡേ കെയറിൽ കൊണ്ടുപോകുന്നു, പിള്ളേർ സ്കൂളിൽ പോകുന്നു, ഇച്ചാനും സ്കൂളിൽ പോകുന്നു. അത് ലാംഗ്വേജ് സ്കൂളിലാട്ടോ. അപ്പം ഞാനും കുഞ്ഞാവയും കൂടെ ഒക്കെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഒരു ഡെയിലി ഒരു വ്ളോഗൊക്കെ ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കും. പക്ഷെ ഒരു രക്ഷയില്ല, ഒന്നും നടക്കുന്നില്ല. എനിക്കൊന്ന് മാറി ഒരു 5 മിനിറ്റ് മാറുമ്പോഴേക്കും അവൻ തന്നെ കിടക്കത്തില്ല, കിടന്നുറങ്ങത്തില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് മാറുമ്പോഴേക്കും ബഹളമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കും ഇവർ ആരേലും വരാൻ. അങ്ങനെ നമ്മുടെ ചക്കി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ പറ്റി കൂട്ടിയിരുന്ന് ഉറങ്ങണുണ്ടോ. അപ്പം നമ്മുടെ ചക്കി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് പറ്റിക്കൂടി കിടന്ന് ഉറങ്ങണം. നോക്കിക്കേ, ഇത് പിന്നെ ജോണിക്കുട്ടീനെ നേരത്തെ കൊണ്ടുവന്നു അല്ലേ. ഇന്ന് എല്ലാവരും കൂടെ അങ്ങ് കൂട്ടത്തോടെ സഹായമായിരിക്കും. സഹായം അതായത് ഇപ്പം സാധാരണഗതിയിൽ കാരണവന്മാരുടെ കൂട്ടത്തിൽ അല്ലാണ്ട് നമ്മൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുമ്പം എല്ലാ ദിവസവും നമുക്ക് രാവിലെ തന്നെ എണീറ്റ് ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന വരത്തില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചില ദിവസങ്ങളിൽ, മിക്ക ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓരോരുത്തരും ഓരോ പിള്ളേരും ഓരോ വ്യത്യാസമാണ്. നേരത്തെ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കും, അല്ലെങ്കിൽ അതിന് ശേഷം തന്നെ കുറച്ച് നേരം എവിടെയും കിടത്തി കഴിഞ്ഞാൽ ഉറങ്ങും. പക്ഷെ ഇവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എടുത്തോണ്ടിരിക്കണം. ഓരോ ശീലങ്ങൾ ചെക്ക് പഠിപ്പിച്ചേക്കുമാണ്. ഞാൻ പഠിപ്പിച്ചേക്കണതല്ല, അവൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയി 1 മണിക്കും 3 മണിക്കും ഉള്ളിലാണ് വരുന്നത്. അപ്പോഴത്തേക്കുമാണ് ചിക്കു പയ്യ എണീറ്റ് കാര്യങ്ങളിലേക്ക് വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഞാൻ കൊച്ചിനെ പിടിക്കും, ജോണിക്കുട്ടി ആണെങ്കിൽ ജോണിക്കുട്ടി. ആദ്യം ആരാണോ വരുന്നത് വെച്ചാൽ അവർ കൊച്ചിനെ പിടിക്കുമ്പോൾ ചിക്കു ഓരോ പണി. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ രാജാവിനെ പോലെ ഇരിക്കുവാണേ. ഇനി വേണം ചിക്കു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് പോകും. അപ്പോൾ എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും 7:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങും. ഇതാണ് രാവിലത്തെ നമ്മുടെ അവസ്ഥ. അത് കഴിയുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഇനി കിടക്കും. ജസ്റ്റ് എൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചക്കയുടെ കയ്യിൽ ബേബി ഇരുന്ന് ഉറങ്ങുന്നുണ്ടപ്പം സുഖമായി ആദ്യം ഞാൻ പോയി ഫുഡ് എടുത്ത് കഴിച്ചു. ഇനി നമുക്ക് പയ്യെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് വീക്കെൻഡ് ആകുമ്പോൾ പിള്ളേരെല്ലാം വീട്ടിലുണ്ട്. പിന്നെ ഇച്ചാനും ഡബിൾ ഡ്യൂട്ടി വീക്കെൻഡിൽ. അപ്പം നല്ല അത്യാവശ്യം ഓർഡറായിട്ടൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളിപ്പം എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എങ്ങനെയൊക്കെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജോണിക്കുട്ടിക്ക് ഡേ കെയറിൽ നിന്ന് അവൻ്റെ സ്നാക്സ് അല്ലേ മിഡ് മീൽ കിട്ടിയതാണ്. അപ്പോൾ ഇനിയിപ്പം ഉടനെ ഫുഡിൻ്റെ ആവശ്യമില്ല, ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഡേ കെയറിൽ നിന്ന് വന്നാൽ അനിച്ചൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു. ഇനിയിപ്പോൾ കൈ കഴിയിച്ച് ജോണിക്കുട്ടി മമ്മേനെ സഹായിക്കാൻ പോവുക അല്ലേ. വീട്ടുപണികളിൽ ഒരു കുറവും വരത്തില്ല. എന്തെല്ലാം സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടുപണികൾ നമ്മൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് അത് നമ്മൾ ഷെയർ ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പം ഇച്ചാരെ സംബന്ധിച്ച് ഹെവി ആയിട്ടുള്ള പാത്രങ്ങൾ കഴുകിത്തരും. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ മെഷീനിൽ വെച്ച് വാഷ് ചെയ്യും. പക്ഷേ വാക്കും പിടിക്കുന്നതൊക്കെ ഇച്ചാനായിരിക്കും. അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് ഒരു പണി തുടങ്ങുമ്പോഴേക്കും ബാക്കി പരിപാടികൾ ചെയ്യാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്യും. വലിയ പാത്രങ്ങൾ ഞാനും കഴുകുന്നു. ചക്കി കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കുന്നു. മാള് വന്നിട്ടില്ല, മാള് എത്തിയിട്ടില്ല. കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആളും എത്തും. ജോണിക്കുട്ടി എന്നാ ചെയ്യാൻ പോണേ? സവളയല്ല, സവോള. അപ്പം ഇതെല്ലാം അരിഞ്ഞു പറക്കി. അയ്യോ, ഇതെന്നാ കാണിക്കും. ഞാൻ ചെയ്യാം അത്. അതാണ് എനിക്ക് ജസ്റ്റ് കട്ട് ചെയ്യാൻ മതി, അത് വേണ്ട. എന്തെല്ലാം ഊഹാപോഹങ്ങളല്ല. അതായത് സവാള വെയിറ്റ് ചെയ്യുന്ന പോലെ അമ്മ പറയട്ടെ. സവാളയാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണെരിഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മ ഭയങ്കരയാണെങ്കിലാണ് കണ്ണെരിയുന്നതെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം, ഈ സംഭവം നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ എരിയേല കേട്ടോ. ഇപ്പം എരിയും. അമ്മ വാഷ് ചെയ്തെടുക്കൊണ്ടിരാം. ചിക്കു ഓരോന്ന് കണ്ണെരിയാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊച്ചിനെ കാണിച്ചു കൊടുത്തു. അതെ, ഇനിയിപ്പോൾ കൊച്ചിനെ കൂടുതൽ കണ്ണെരിയും. അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വൃത്തികേടാക്കി ഇട്ടേക്കണേ കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല വൃത്തിയായിട്ട് ആട് കിടക്കാറ്. കൂടുതൽ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എന്നാലേ കഴിയുമ്പോ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അതൊന്നുമല്ല, ഇവിടെ സാധാരണ വൃത്തിയാക്കാണ്ടിരിക്കുമ്പോ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. മോൻ വൃത്തിയാക്കിയിട്ടല്ലേ? ഇന്നലെ വൃത്തിയാക്കിയിട്ടിട്ട് ജോണിക്കുട്ടി കിടന്നല്ലേ. ഇങ്ങനെ നീളത്തില് ഇങ്ങനെ നീളത്തില്. ഒരു മിനിറ്റ്. ഏതാ? ഒരു മിനിറ്റ് മമ്മ ജസ്റ്റ് ഒന്ന് തുടക്കട്ടെ. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് പക്ഷേ ഒരു ഇച്ചിരി കൂടുതൽ ടൈം എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചായം വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവാണല്ലോ. അപ്പോൾ നമ്മളിത് അരിയണ സമയത്ത് അല്ലെങ്കിൽ ആ നേരം കൊണ്ട് ഇച്ചായം വാക്കും ചെയ്യും. അങ്ങനെ ബാക്കി പടികളും പെട്ടെന്ന് തീരും. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്ത് പറ്റും, ഓരോന്നായിട്ടല്ലേ. അപ്പോൾ ഇച്ചിരി കൂടെ ടൈം എടുക്കും തീരെ. അപ്പം ജോണിക്കുട്ടി ഇത് അരിയുമ്പോഴേക്കും പതുക്കെ അരിയണം കേട്ടോ, കൈ മുറിയില്ലേ. പപ്പ എന്നാൽ പോയി വാക്കും പിടിക്കാം.
സാധാരണ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പോയിട്ട് വന്നു കഴിയുമ്പോഴേക്കും 1 മണിക്കൂർ കൊണ്ട് ഫുഡിന്റെ പരിപാടിയും തീരും, ക്ലീനിങ്ങും തീരും. ക്ലീനിങ് കൂടി നമ്മൾ 1-1.5-2 മണിക്കൂർ കൂടെ. പിന്നെ മൂടും വേണം കേട്ടോ, മൂടുണ്ടായാലേ ഫാസ്റ്റ് ആയിട്ട് തീരുള്ളൂ. പെട്ടെന്ന് തരുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ കുക്കിങ്ങും കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ അല്ലേ? ആണോ? വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണോ? ഓഹോ, മമ്മ എക്സൈറ്റഡ് ആണല്ലോ, വെയിറ്റിംഗ് കേട്ടോ. ലാംഗ്വേജ് സ്കൂളിൽ നിന്നൊക്കെ പോയത് പോലും മാറാനുള്ള ഒരു സാവകാശമില്ല അല്ലേ? സാധാരണ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറൊരു കേസ് കൂടി ഉണ്ട്. അതായത് ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട്, ഇതിൽ വേറൊരു കേസ് കൂടി ഉണ്ട്, വേണമെങ്കിൽ ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം. പക്ഷെ അത് ഓരോരുത്തരുടെ നേച്ചറും കൂടെ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ റെസ്റ്റ് എടുക്കുന്ന പീരീഡ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുകയും ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റണം. പക്ഷെ വൃത്തിയിലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് വരുമ്പോൾ തന്നെ ചെയ്താലാണ് എനിക്കത് ചെയ്യാനും പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ഒരു മൂടാണ്. അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ആയിട്ട് ഞങ്ങൾ സഹിക്കുകയാണ്, സുഹൃത്തുക്കളെ സഹിക്കുകയാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ലാസ്റ്റേ ഉള്ളൂ അല്ലേ? കിച്ചൺ ലാസ്റ്റ് അല്ലേ വാപ്പം പിടിക്കുന്നേ? മെയിൻ ആയിട്ടുള്ള കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന നമ്മൾ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നല്ല കൺവീനിയന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഇതാട്ടോ വാക്വം ക്ലീനർ. പക്ഷെ ഭയങ്കര അല്ലെ, ഒത്തിരി നല്ലതല്ലേ? ഏറ്റവും നല്ല സാധനമാണ്. നല്ല പവർ ഉണ്ട്. നമ്മൾ പല ടൈപ്പ് വാങ്ങിച്ചിട്ടും അധികം നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ പുറത്തേക്ക് അതിന്റെ ഡസ്റ്റ് പുറത്തേക്കുള്ളൂ. പുറത്തേക്ക് സ്മെല്ലൊക്കെ, പൊടിയുടെ സ്മെല്ലൊക്കെ നമുക്ക് ഈ ബാക്കിലൂടെ വാക്വം ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നു ഇതിനത്ര, ഇത് എനിക്കറിയാവുന്ന ഒരു 15 വർഷം മുകളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സെയിം വാക്വം ക്ലീനർ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും സെയിം ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ റിമോട്ടിന്റെ വാങ്ങിച്ചു, പക്ഷെ അതൊന്നും നമുക്ക് ഗുണം ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ട്, നല്ല പവറും ഉണ്ടല്ലോ ഇതിന്. പിന്നെ നമ്മളെ പിള്ളേരൊക്കെ ആയിട്ട് താമസിക്കുന്നതുകൊണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വാക്വം പിടിക്കണം. പിന്നെ ആഴ്ച 2-3 ദിവസം തുടയ്ക്കുകയും ചെയ്യണം. നമ്മള് ഫ്ലോർ തുടച്ചുകൂടി ഇട്ടില്ലെങ്കിൽ, കാരണം ഇവര് കളി, അതുപോലെ തന്നെ ഇവരുടെ ജാക്കറ്റിനകത്ത് കൊണ്ടിരുന്ന പൊടി ഇതൊക്കെ ആയിട്ട്. പിന്നെ മെയിൻ ആയിട്ടും ഫുഡ്, കിച്ചണിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും അത് പിന്നെ ചവിട്ടി ഹാളിലോട്ട് വരിക, അല്ലെങ്കിൽ ഫുഡും കൊണ്ട് പിള്ളേർ റൂമിലോട്ട് പോകുമ്പോ അങ്ങനെയൊക്കെ. പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് 2 മണിക്കൂർ കൂടെ ചെയ്യണം. കാരണം സ്നാക്സ് കഴിക്കലും പുലിയായിട്ട് നിൽക്കണം, പുലിയായിട്ട് പറന്നു നിൽക്കണം നമ്മള്. പക്ഷെ കിടക്കുമ്പോഴേക്കും പിന്നെ പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാം പഴയ പോലെ ഓർഡർ ആക്കിയിട്ടാണ് അവർ കിടക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നല്ല പോസിറ്റീവ്. പക്ഷെ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഇതൊന്നും നടക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 7:15 പോകും, പിള്ളേരാണെന്നുണ്ടെങ്കിൽ 7:30 പോകുന്നത് തന്നെ. അപ്പൊ കഴിച്ച പാത്രം ചിലപ്പോൾ ടേബിളിലായിരിക്കും. പിന്നെ ചിക്കും എന്നെ ജോണിക്കുട്ടി പപ്പ പോകുമ്പോ കേൾക്കാറുണ്ട്. അത് വീക്കെൻഡിൽ കൊച്ചറിയാറുണ്ടല്ലേ പപ്പ പോണത്. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വീട് ഇത്ര ഹെവി ആയിട്ട് ചെയ്തില്ലെങ്കിലും, പക്ഷെ ഇങ്ങനെ ക്ലീനിങ് നമ്മൾ പാരൻസ് നാച്ചുറലായിട്ട് ചെയ്യണ കണ്ടു കഴിയുമ്പോഴും പിള്ളേരിലും ഒരു ചിന്ത വരും, വൃത്തിയായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി അടുക്കും ചുറ്റിയൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയും വരും അല്ലേ? അതുകൊണ്ട് ചക്കിയുടെ റൂം അവര് ക്ലീൻ, നമ്മളത് ചെയ്യേണ്ട ആവശ്യം, വാക്ക് മാത്രം നമ്മൾ പിടിച്ചാൽ മതി, ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്യും. മാളും ചക്കിയായാലും ജോണിക്കുട്ടി ആയാലും. ജോണിക്കുട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാളും ചക്കിയുടെ കൂടുകയും. ജോണിക്കുട്ടി ഒരു ഇച്ചിരി മോട്ടിവേഷൻ വേണം അല്ലേ? ഇച്ചിരി മോട്ടിവേഷൻ വേണ്ടേ ക്ലീൻ ചെയ്യും? മമ്മേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞു, ഉള്ളത് പറഞ്ഞു. ഇച്ചിരി മോട്ടിവേഷൻ വേണോ? ഓ, സ്നോറിങ് ആണെന്നാണോ പറഞ്ഞേ? ചേടാ, എങ്ങനെ ചക്കിക്ക് മോട്ടിവേഷൻ ഉണ്ടോ ക്ലീനിങ്ങിന്? വല്ലപ്പോഴും ഉള്ളല്ലേ? മൂഡ് വരണം ചക്കിക്ക് ക്ലീൻ ചെയ്യണം. മാള് സ്കൂള് വിട്ടു വരുന്നുണ്ട് കേട്ടോ. പയ്യെ ആടിത്തൂങ്ങി വരുന്നുണ്ട്. മാള് കണ്ടു. -11 രാവിലെ. -11 ഇന്ന് ടെമ്പറേച്ചർ. മാളൂരിനൊരു കള്ളച്ചിരിയൊക്കെ ഉണ്ട് മുഖത്ത്. അതുകൊണ്ടാണോ? ഓടിപ്പോയി തുറന്നു കൊടുക്കണോ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? ആണോ? ഓക്കെ. ജാക്കറ്റ് പോലും ഊരാണ്ട് പറന്നു വരുന്ന എങ്ങോട്ടാ പറയാ. മാളൂന്ന് 3 പേരും അതെ. എപ്പോ വീട്ടിൽ കയറി വന്നാലും ആദ്യം തേടി വരുന്നത് വേണ്ട ഈ ടീമിനെ കാണാനാ. പറഞ്ഞിട്ട് ചെറിയൊരു ജലസ് തോന്നുന്നുണ്ടോ ചക്കി? മാളി ചേച്ചിയുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെ ചക്കി ചേച്ചിയുടെ കിടക്കണ മാളി ചേച്ചിക്ക് ചെറിയൊരു കുശുമ്പ് അല്ലേ? അപ്പം മുട്ടക്കറി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അരി അരച്ചതിൻ്റെ അകത്തേക്ക് കുറച്ച് റാഗി കൂടെ കുതിർത്തി അരച്ചായിരുന്നു. അരി മോഞ്ചിയുണ്ട്, അത് മമ്മ ചെയ്തോളാം. ഏത് അതിനാ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞിട്ട് തന്നെത്താരെ കയറിയിരുന്നല്ലേ? എന്നിട്ട് ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞ എന്തിനാ?
മൊത്തത്തിൽ ഒരു കള്ളത്തരാണല്ലോ ജോണിക്കുട്ടി. ഇത് കട്ട് ചെയ്തപ്പോ ഇപ്പോഴത്തെ വരും. ആണോ? അന്ന് ചെയ്യണ്ട അവിടെ വെച്ചാരെ, മമ്മ ചെയ്തോളാം. നാളെ അങ്ങോട്ട് പോവോ മോപ്പ? അയ്യോ സോറി. അപ്പം നല്ലതായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് അപ്പത്തിനുള്ള അപ്പം മുട്ടക്കറി. പപ്പോട്ടിന് അത് പുളിച്ചുകൊണ്ട് ഫെർമെൻറ്റിങ് നല്ലതായിട്ട് ഫെർമെൻറ്റഡ് ആയതുകൊണ്ട് തൊടല്ലേ പയറേനെ എടുക്കും കേട്ടോ. സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ? നല്ലായിരുന്നു. ഇന്ന് നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആണോ? എന്തിന്റെ ടെസ്റ്റ് ആയിരുന്നു? പരിസര പഠനം. ഓക്കെ. എന്നിട്ട് ഫിനിഷിലല്ലേ? ആ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ടെസ്റ്റ്, ബാക്കി എല്ലാം ഫിനിഷിലാണ് ഇവിടെ ഇതല്ല അല്ലേ? സാധാരണ സ്കൂളിൽ വിട്ട് വന്ന് വരുമ്പം വന്നതേ അവര് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയും. സ്കൂളിൽ എന്നായിരുന്നു ഫുഡ്? തന്നെയായിരുന്നു സ്കൂളിൽ ഫുഡ്? സോസേജും കൂടെ, ഗ്രില്ല് ചെയ്ത സോസേജും അതായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടാവല്ലേ? ആ സാലഡ് ഇല്ലാതെ ഇവർക്ക് സ്കൂളിൽ ഫുഡ് കൊടുക്കില്ല. സാലഡ് ഉണ്ടാവും. ആ അപ്പൊ ഫുഡ് ഫ്രീ ആണ്. ആരാ തന്നെ എടുത്ത് കഴിക്കും? നിങ്ങളാ? നിങ്ങൾക്ക് വിളമ്പി തരും പ്രീ സ്കൂളില്. കുറച്ച് മന്ത് അതോ അല്ല ഈ ഹെൽമിക്കുവാകുമ്പോ ചിലപ്പോ നമുക്ക് ഈ തറിയത്തെങ്കിലോ കിട്ടും. അന്ന് പറഞ്ഞ എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നാണോ? ആ ഓക്കെ. തന്നെ വിളമ്പാനുള്ള പ്രാക്ടീസ് തരും. ഓക്കെ. കാരണം ഫുഡ് എടുക്കാനും ആ ഇപ്പൊ ഇവര് ഈ സ്കൂളിലെ ആ ഇപ്പൊ ഒരു പ്രീ സ്കൂളിലായതുകൊണ്ട് അവർക്ക് വിളമ്പി കൊടുക്കാം. ഇനിയിപ്പോ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവർ തന്നെ വിളമ്പി കഴിക്കണം. അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ഹെൽമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ അല്ലേ? ഏപ്രിൽ ഇവർക്ക് കൊടുക്കും. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫുഡൊക്കെ എടുത്ത് കഴിക്കാലോ. ആ പിള്ളേർ നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡ് എടുത്ത് കഴിക്കാലോ. ഓക്കെ. സ്കൂളിൽ എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഓക്കെ. ചക്കയ്ക്കൊന്നും ടെസ്റ്റ് ഉണ്ടായിരുന്നോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് എന്നാ തന്നെ? റിസൾട്ട് ചിലപ്പോ നാളെ മണ്ടയിൽ വരുമോ? എന്നെ ജോൺകുട്ടി കോഴിക്കുഞ്ഞോ പുഴുങ്ങിയ മുട്ടയ്ക്ക് അത് ചിലപ്പോ ജോൺകുട്ടിയോട് ഹലോ പറയാൻ വേണ്ടി വന്നായിരിക്കും. അതെയാ? അതെ കോഴിക്കുഞ്ഞാന്നേ നിന്നോട് ഹലോ പറയാൻ വേണ്ടി വന്നതാ. ചക്കി അത് വിശ്വസിച്ചു കേട്ടോ. ചക്കി അത് വിശ്വസിച്ചോടി. സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്ന പരിപാടി കൈയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോംവർക്ക് ചെയ്യും അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഹോംവർക്ക് അധികം നേരം ഉണ്ടാവത്തില്ല. ഒരു 10-15 മിനിറ്റ് കൂടുതൽ ചെയ്യാനുള്ള ഉണ്ടാവില്ലല്ലോ. കൂടുതലുണ്ടാവും. ലാപ്ടോപ്പ് ഉള്ളപ്പോഴാണോ കൂടുതലുള്ളത്? അതെയോ? പറയാൻ പറ്റില്ല. ഇപ്പോഴും ചേഞ്ച് ആവും. സംടൈംസ് ബുക്ക് കൊണ്ട് എഴുതുമ്പോൾ വലുതായിരിക്കും, ലാപ്ടോപ്പിലും വലുതായിരിക്കും കൂടുതൽ. ഇന്നിപ്പോ ഏറെക്കുറെ എന്തോരം ഉണ്ടായിരിക്കും? ഇച്ചിരി വലിയ ഹോംവർക്ക് ചിലപ്പോൾ 30 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. ആണോ? ഓക്കെ. അപ്പൊ കൊച്ചു ചെയ്തിട്ടല്ലേ വരുന്നേ? ചെയ്തോ. നമ്മളോട് ഹോം ടൂർ ചെയ്യാവോ എന്ന് ആരാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ? നമ്മുടെ ഹോം ടൂർ നമ്മളെ പല വീഡിയോയ്ക്ക് പല പോർഷൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ചെറിയ വീടാണ്. 4 ബെഡ്റൂം ഉണ്ട്, ഹാള്, പിന്നെ 2 ടോയ്ലറ്റ്, 2 ഷവർ റൂം. സൗന ഇല്ലാത്ത വീടില്ലല്ലോ. സൗണയുണ്ട്. പിന്നെ നമുക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാരേജ് നിങ്ങൾക്ക് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീടിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഏതൊരു വീടിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം. അത് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് 2012 വാങ്ങിച്ചാണ്. വാങ്ങിച്ച സമയത്ത് 2 ബെഡ്റൂം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിച്ചൺ ചെറുതായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ വീട് വിൽക്കാൻ നോക്കിയ സമയത്ത് നമുക്ക് അത്ര വിൽക്കാൻ സാധിച്ചില്ല. അതിനുശേഷം പിള്ളേരുടെ എണ്ണ കൂടി കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ വലിയ വീടൊക്കെ വാങ്ങാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ആദ്യമേ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ടോയ്ലറ്റ് ആയിരുന്നല്ലേ വേണ്ടത്? അത് തന്നെ. അപ്പൊ അന്നേരം വിൽക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വാങ്ങിച്ച കാശ് കിട്ടത്തില്ല. പിന്നെ അതങ്ങോട്ട് ഒതുക്കാൻ കാശ് കൊടുക്കണമെന്നപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഒരു വീട് അത്യാവശ്യം 2 ബെഡ്റൂം കൂടി പണിയാവുന്ന തീരുമാനിച്ചു. അങ്ങനെ നമുക്ക് ഗ്യാരേജ് ഉണ്ടായിരുന്നു. ആ ഗ്യാരേജ് പൊളിച്ച് കളഞ്ഞതിന് ശേഷം 2 ബെഡ്റൂം നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് പണിതു. അതിന് ശേഷം ഒരു ടോയ്ലറ്റ് നമ്മൾ പണിതു. പിന്നെ കിച്ചൺ കുറച്ച് വലുതാക്കി. അങ്ങനെ ഒരു വലിയ 2 നില വീട് വാങ്ങുന്ന പൈസയോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫിൻലൻഡിൽ വീട് പണിയാന്ന് പറയുന്നത് വളരെയധികം ചിലവാണ്. കാരണം പകുതി കാര്യങ്ങളും ഇവിടെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്യും. നമുക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ലാത്തത് കൊണ്ട് എല്ലാം പണിക്കാരെ വിളിച്ച് ചെയ്യണം. അതിനെല്ലാം നല്ല എമൗണ്ട് ആണ്. പിന്നെ ഇവർ നമുക്കിട്ട് പണിയും തരും കേട്ടോ. കാരണം അങ്ങനത്തെ സ്റ്റോറി ഞങ്ങളുടെ വീട് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറിയ സൗകര്യമുള്ള 4 ബെഡ്റൂം ഉണ്ട്. കുഴപ്പമില്ലെന്ന് മാത്രം. അതിലിരുന്ന് ബേബി എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും അപ്പിട്ട് ഒന്ന് വാഷ് ചെയ്തായിരുന്നു. ആണോ? അപ്പൊ ജോൺകുട്ടി ഇനിയിപ്പോൾ അടുത്ത ബേബിയെ കൊഞ്ചിച്ചോണ്ടിരിക്കുക അല്ലേ?
രാവിലെ ഇവിടെ ഇരുന്നിട്ട് ഒരു പണിയും ചെയ്തില്ല എന്നും പറയരുത് കേട്ടോ. നല്ല നാടൻ ചുട്ടരച്ച മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. എന്നത് ചമ്മന്തി, ചോറ്, മീൻ വറുത്തത് അല്ലേ? മീൻ വറുത്തതിന് മാരിനേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി വേറെ എന്നാ വേണം? എന്തായാലും ആദ്യം അപ്പവും മുട്ടക്കറി പിള്ളേർക്ക്. ഇത് അത്താഴത്തിനാട്ടോ. ടേസ്റ്റ് നോക്കുന്നുണ്ടോ മാങ്ങാ ചമ്മന്തി? ഇച്ചിരി നല്ല നാടൻ ചമ്മന്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? നോക്കട്ടെ. ചമ്മന്തി പുളിയൊക്കെ വായിക്ക് വെള്ളം വരിക. എങ്ങനെയുണ്ട്? നല്ല പുളിയില്ലേ? നമ്മളെ ദുബായിൽ നിന്നോട് വാങ്ങിയല്ലേ? സെയിം മാങ്ങ, അടിപൊളി. അതായത് പലർക്കും തോന്നും, അതായത് ചിക്കു രാവിലെ ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ എണീറ്റ് ഓരോരോ പരിപാടിയൊക്കെ ചെയ്തതെന്നാണ് പലർക്കും തോന്നാം. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ട് മോനാണെങ്കിൽ പാല് കുടിക്കും. അപ്പൊ അന്നേരം അപ്പൊ ഏകദേശം ഈ സമയത്തൊക്കെ എണീക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലല്ലോ. ഞാനാണെങ്കിൽ ഒറ്റ ഉറക്കമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പോകാനുള്ളതുകൊണ്ട് ഇപ്പം ഒറ്റ ഉറക്കമാണ്, ഉറക്കത്തിലൊന്നും വീഴ്ച വരുന്നില്ല. അപ്പൊ അവിടെ ചിക്കുവാണ് എല്ലാ കാര്യവും ഈ രാത്രിയിൽ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. 2-3 തവണയൊക്കെ അവൻ എഴുന്നേറ്റ് രാത്രി പാല് കൊടുത്ത് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് കഴിയുമ്പോൾ അവൻ നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ആ എഴുന്നേറ്റോണ്ട് ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ രാവിലെ നിങ്ങൾ പോയി കഴിയുമ്പോഴാണ് നല്ലതായിട്ട്. പിന്നെ അതായത് ഞാനൊക്കെ എണീറ്റ് കഴിഞ്ഞാണല്ലോ, എനിക്ക് പിന്നെ ഒരു ഉറക്കം കിട്ടണമെങ്കിൽ ഒരു പ്രാവശ്യം മിനിമം 1 മണിക്കൂറായിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം, ഈ അലക്സയും ഗൂഗിൾ ഹോം അങ്ങനെയൊക്കെ ഉള്ള പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ പുഷ്പം അല്ലേ ചട്ടപ്പെടാന്ന് തീരും. പക്ഷെ ചേനൊക്കെ പാട്ടിനോട് വലിയ താല്പര്യം അല്ലേ? അത്യാവശ്യം പണി പെട്ടെന്ന് അവനടുത്ത പാല് കുടിക്കാൻ സമയമായി. തരാടി മതി. അപ്പാടെ മുത്തുമണിയെ, എന്നെ വിശേഷം? സുഖമാണോ? പാലെ കുടിച്ചു, ഉറങ്ങി എണീറ്റു. ഉമ്മ എന്താ പപ്പയ്ക്ക്? ഉമ്മ പറഞ്ഞേ, ഉമ്മ. പപ്പയുടെ മുത്തുമണിയാണോ? ചേച്ചി വർത്താനം പറയാൻ തുടങ്ങിയോ? നമ്മൾ ചേട്ടായി എന്തിയേ? യശുക്കോട്ടിന്റെ ചേട്ടായി എന്തിയേ? ഇവിടെയുണ്ട്. എന്തി? മുത്തുമണിയാണോ? അപ്പയുടെ മുത്തുമണിയാണോ? ചിരിക്കുന്നുണ്ടോ? ഒന്ന് ചിരിച്ചേ. എന്നെ യശക്കുട്ട, പപ്പയുടെ ക്ലീനിങ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു. അന്നേരം പപ്പ ബേബി എടുത്തല്ലേ? അതായത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ പീനട്ട് ബട്ടർ എന്നിട്ട് അതിൽ ഹണി ഡ്രിസിൽ ചെയ്തിട്ട് ഇരുന്ന് തിന്നു. നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റാണോ? ജോണിക്കുട്ടി വന്നിട്ട് ഇന്നൊന്നും കഴിച്ചില്ലായിരുന്നു. പെൺപിള്ളേരെക്കാളും എനർജി കൂടുതൽ എങ്ങനെയായാലും ആൺപിള്ളേർക്കാണ്. അത് റിലീസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അല്ലേ ജോണിക്കുട്ടി? ജോണിക്കുട്ടിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, പെട്ടെന്ന് ബോറടിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എപ്പോഴും സ്ക്രീനാണ് അല്ലേ? TV വയ്ക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇപ്പോൾ TV വയ്ക്കാൻ നേരത്ത് മമ്മേനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ മമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മ ഒരു കാര്യം ചോദിച്ചാൽ ഓടി വരും. അപ്പം ഞാൻ പറഞ്ഞു ഇളക്കി തരാമോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത് ഈ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ സാധനങ്ങൾ നമ്മളിപ്പോൾ ഗ്രോസറീസൊക്കെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഒത്തിരി മേടിക്കുമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വേസ്റ്റ് പോകുമായിരുന്നു അല്ലേ? പക്ഷേ അതിനുശേഷം ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളത് മാത്രം മേടിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സാലറി വരുന്ന ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കിച്ചൺ എംപ്റ്റി ആകാറാവും. എന്നിട്ട് സാലറി വന്നു കഴിയുമ്പോൾ നമ്മൾ ബിഗ് ഷോപ്പിങ്ങിന് പോകും അല്ലേ? ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം, അതായത് പാല്, മുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കണം. അയ്യോ ചെല്ല യശക്കുട്ടിന് ഉറക്കം വരാൻ തുടങ്ങിയില്ല. എന്നാ നമ്മൾ അരി വാങ്ങി കുതിർത്തരച്ച് ഞാൻ ആദ്യം കാണിച്ചു തന്നല്ലോ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് റാഗിയോട് ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. പണ്ട് നമ്മൾ പച്ചരി പോലെ ഇരിക്കുന്ന അരിയായിരുന്നു. പിന്നെ അതേ സെയിം രീതിയിലുള്ള അരി മേടിച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര സ്റ്റിക്കി ആയി പോകും അല്ലേ? അല്ല, നേരത്തെ നമ്മൾ മറ്റേ പച്ചരിയിലായിരുന്നു. ഇപ്പോൾ ആ സെയിം കവറിൽ വരുന്ന അരി അവർ ചേഞ്ച് ചെയ്തു തോന്നുന്നു. അത്ര നല്ലതല്ല. ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബസ്മതി മേടിച്ചിട്ടാണ് കുതിർത്തി അരയ്ക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്ത് അവർ സക്സസ് ആയപ്പോഴാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷെ അതിനുശേഷം നല്ല അപ്പം കിട്ടുന്നുണ്ട് നമുക്ക്. ആദ്യമായിട്ട് ഞാൻ റാഗി ചേർത്ത് അരച്ച് അപ്പം ഉണ്ടാക്കുന്നത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും, അടിയിൽ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ബസ്മതി റൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ്. നമ്മൾക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ അവല് ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ടാട്ടോ. കപ്പി കാച്ചാറില്ല, നേരത്തെ കപ്പി കാച്ചായിരുന്നു. ഇത് എളുപ്പമാണല്ലോ, അവല് ചേർത്ത് കുതിർത്തരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. നല്ല അപ്പം
അപ്പോൾ നമ്മുടെ അപ്പവും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് തവി കൊണ്ട് പരത്തില്ല കേട്ടോ, പകരം ഇതിങ്ങനെ ചട്ടി ഇങ്ങനെ ജസ്റ്റ് ചുറ്റിക്കുവാന്നുണ്ടെങ്കിൽ നല്ല ചായക്കടയിൽ കിട്ടുന്ന പോലത്തെ നല്ല രസമുള്ള ഒരുപോലെ. ആണോ അറിയത്തില്ല, പക്ഷെ നേരത്തെ ഞാനൊക്കെ, പക്ഷെ നാട്ടിൽ പറ്റത്തില്ല. ഈ ഇരുമ്പിന്റെ ദോശക്കലാമീൻ എടുത്തിട്ട് ചുറ്റിക്കാൻ പാടായതുകൊണ്ട് ഇവിടെ തവി കൊണ്ട് പരത്തുകയില്ലേ. അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. കൊച്ചാണെങ്കിൽ എൻ്റെ വയലിരുന്ന് ഉറങ്ങുവാണ്. കാണിച്ചരാവേ. അങ്ങനെ കറക്കി നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ ചായക്കടയിൽ കിട്ടുന്ന പോലത്തെ ഒരേ ലെവലിൽ വരുന്നത്. ഇവനാണെങ്കിൽ ആരെയും കയ്യിൽ ഇരുന്ന് ഉറങ്ങുവാണെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കുറേ നേരം കിടന്നുറങ്ങിക്കോളൂ സുഖമായിട്ട്. അപ്പൊ നമുക്ക് കിടത്താനായിട്ട് തോന്നത്തുമില്ല ഇങ്ങനെ കൈ പറ്റിയിരുന്ന് ഉറങ്ങും. പക്ഷെ ഇൻ കേസ് അവനെ കിടത്തിയിട്ട് പോന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിലോടെ എഴുന്നേക്കും. ചെയ്യും. നമ്മളൊരു ഷോർട്സ് ചെയ്തതിൻ്റെ അകത്ത് ഇങ്ങനെ ചോദിച്ചാലും നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ ടോപ്പ് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യണേന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ റെഡ് ലൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ, അതായത് നല്ല ചൂടാണ്. അപ്പോൾ സാറ് ഇത് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ സ്പോട്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ സംഭവം കേട്ടോ. ഇത് എന്താ എക്സാക്ട്ലി എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹാഫ് ആയിട്ടാണ്. മെറ്റല് പോലെ തോന്നും, പക്ഷെ മെറ്റലുണ്ട്, പക്ഷെ അത് മെൽറ്റ് ആയി പോകും. 2 ദിവസം കൊണ്ട് മെൽറ്റ് ആയി പോകുന്ന സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഇവിടെ തണുപ്പ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നനയ്ക്കും. ഫസ്റ്റ് നനച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡോട്ടുള്ളതിന്റെ അവിടെ ഇങ്ങനെ പയ്യെ ഉരച്ചു കൊടുത്താൽ മതി. കണ്ടത് പോയി. ചായ ഒക്കെ ഉണ്ടാക്കും തിളച്ചു നമുക്ക് എന്നിവിടെ പാല് കാച്ചാണ്. അപ്പൊ നമുക്കിത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് അതിങ്ങനെ തുടയ്ക്കുമ്പോൾ കണ്ട ആ ഡോട്ട് പോയില്ലേ, അങ്ങനെ. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ പലതും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവസാനം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന സാധനം ഇതാണ്. കണ്ട അവൻ ഉറങ്ങണ നോക്കി, തലയിൽ സൈഡിൽ കൈയൊക്കെ വെച്ചിട്ട്. ഇനി അമ്മയ്ക്ക് അപ്പം തലയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു അല്ലേ? മാളിൻ്റെ കഴിഞ്ഞ മോനെ? അങ്ങനെ മാളിൻ്റെ പരിപാടി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് നമ്മൾ 30 ദിവസം മിക്ക ദിവസങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഹെഡ് മസാജ് മാത്രം ചാൻസ് കിട്ടുമ്പോഴൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ബോഡി മസാജും അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ. നേരത്തെ പോലെ എപ്പോഴും ഇല്ല. എങ്ങനെയുണ്ട് ഇപ്പം? ഓക്കെ ആയോ? അത്യാവശ്യം പഴയ പോലെ? 7 ആഴ്ച ആയതല്ലേ ഉള്ളൂ. 7ആണോ? 8 പോവാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ 6 പേരായതുകൊണ്ട് നമ്മൾ ഡെയിലി തുണി അലക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കര കൂടുതലാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നത് വലിയ എമൗണ്ടാണ്. അപ്പോൾ ഈ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഓപ്പൺ കോൺട്രാക്ട് എടുത്തേക്കുവാണ് ഇലക്ട്രിസിറ്റിയുടെ. അതായത് ഡെയിലി ഉള്ള ചാർജ് അനുസരിച്ച് നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വരുമ്പോഴും അതായത് 0 വരുമ്പോഴും ഏറ്റവും കുറഞ്ഞ കറണ്ട് ചാർജ് എപ്പോഴാണോ വരുന്നത് ആ സമയത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ നല്ല കുറവുണ്ട്. മിക്ക ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ ഒക്കെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ നല്ല സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല മോനെ കേട്ടോ. സ്ഥിരം അങ്ങനെ അലക്കാം. തണുപ്പ് രാജ്യത്ത് ഡ്രസ്സുകളൊക്കെ ഉണങ്ങുന്നത് എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നോർമലി ഡ്രയറിനകത്ത് നമ്മൾ ഇടാറുണ്ട്. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണയ്ക്കകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ തുണി വിരിച്ചിടാനുള്ള സൗകര്യമുണ്ട്. അതിനകത്ത് ടൈമിൽ നമ്മുടെ ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 22 ഒക്കെ ആയിരിക്കും. അപ്പോൾ നോർമലി അങ്ങനെ ഉണങ്ങും. അപ്പോൾ ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ വാഷ് ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രയർ യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഡ്രയർ യൂസ് ചെയ്താലും നല്ലതായിട്ട് ഉണങ്ങി കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് അത് വിരിച്ചിടണം. നോർമലി വിരിച്ചിടാൻ പറ്റും. സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡ് നമ്മൾ ടോയ്ലറ്റിന്റെ ഷവർ റൂമിനകത്ത് വെച്ച് കഴിയുമ്പോൾ സ്റ്റാൻഡ് തെറ്റ് ചെയ്യുമ്പോഴേക്കും പ്രത്യേകിച്ച് ഷവർ റൂമിലൊക്കെ കുറച്ചുകൂടെ ചൂട് കൂടുതലിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് തുണി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഡ്രയറിനകത്ത് ഇട്ടില്ലേ പോലും തന്നെ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും അടിപൊളിയായിട്ട്. പക്ഷെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലോ ഒക്കെ ഇപ്പൊ നമ്മള് വിരിച്ചിട്ട് ഉണക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഭിത്തിയിലോട്ടൊക്കെ ഈർപ്പം കയറി അല്ലേ? അതായത് പണ്ട് നമ്മളൊന്നും അറിയാൻ പാടില്ലാണ്ടിരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിത്തിയുടെ സൈഡിൽ അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തുണി വിരിച്ചിടും. ഹീറ്ററിൻ്റെ മുകളിലൊക്കെ വിരിച്ചിടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തേലേക്ക് തണുപ്പൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഹീറ്റർ ബൾജ് ചെയ്യും. അങ്ങനെ ഇവിടുത്തെ ചെയ്യരുതെന്ന് പറയുന്ന സംഭവമാണ്. ബിഗിനിങ് ടൈമിൽ അതായത് 10-15 വർഷം മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒത്തിരി പരിപാടികൾ ചെയ്ത് ഒത്തിരി പണി കിട്ടിയിട്ടുണ്ട് ലൈഫിൽ. നമ്മൾ പിന്നെ ഇത് UK-ൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് വന്നിട്ട് ഇതിനെ കുറിച്ച് ധാരണയില്ലാണ്. അപ്പൊ നമ്മൾ പറയുകയും ചെയ്തു നമ്മളൊക്കെ കടന്നുപോയ അതേ സിറ്റുവേഷനിലൂടെ തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല അങ്ങനെ. ചില ബിൽഡിങ്ങിൽ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ഫംഗസ്, അതായത് പൂപ്പലൊക്കെ പെട്ടെന്ന് കയറി ഇങ്ങനെ തടുത്ത ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ വിരിച്ചിട്ടുന്നതൊക്കെ. ഇവിടെ മനുഷ്യ വാസയോഗ്യമല്ല എന്ന് പറയുന്നു. നമ്മുടെ അപ്പം മുട്ടക്കറിയും പിള്ളേർക്ക് കൊടുത്തേക്കാം, നമുക്കും കഴിക്കാൻ കൂടുതൽ.
സാധാരണ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ്, വിശേഷങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ ഒരുമിച്ച് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫുഡ് കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ടൈമിങ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണിക്ക് മുന്നം ഇവർ ബ്രേക്ക്ഫാസ്റ്റ് തീർക്കും. 9 മണി, പക്ഷേ വർക്ക് പ്ലേസിൽ നമ്മൾ 9:30 വരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ലഞ്ച് ഇവിടെ എപ്പോഴാണെന്നറിയോ? 11 മണിക്കും അല്ലെ 1 മണിക്കും അടയ്ക്കാം. ബുഫേക്കൊക്കെ നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ 10:45 തൊട്ട് ലഞ്ച് റെഡി ആയിരിക്കും. 11 മണിയാണ് ഇവിടുത്തെ ഒരു ലഞ്ച് ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്ക് ചായ കഴിക്കും. നമ്മുടെ ഒരു സ്നാക്സ് ടൈം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കോഫി ടൈമാണ് 2 മണിക്ക്. പിന്നെ ഈവനിങ് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് 4 മണി കഴിയുമ്പോഴാണ്. 4 മണി തൊട്ട് ഡിന്നർ ടൈമാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഇപ്പൊ നോർമൽ ഡേയ്സിൽ നമ്മൾ 4 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കഴിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ശരിക്കും അതായത് നമ്മൾ കഴിക്കുന്ന ഒരു സപ്പർ ഇതുണ്ടല്ലോ, അത് ഇവർക്ക് ഒരു 6 മണി കഴിയുമ്പം അത് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടായിരിക്കും അല്ലേ? നമ്മൾ ലൈറ്റായിട്ട് ചോറിനല്ലേ. എല്ലാ ദിവസവും ഒന്നും ഇല്ലാട്ടോ ഇതുപോലെ ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പഴയ പോലെ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇപ്പൊ ആണെങ്കിൽ കൊച്ചു കരയുവാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കൊച്ചിന് നോക്കണം. എന്തായാലും ഞാൻ ആദ്യം ഫുഡ് കഴിക്കാം അല്ലേ? ആണോ? അത് എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യും. നമ്മളെല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. വാ. നേരത്തെ ഓർക്കുന്നുണ്ട് ബേബീനെ കയ്യിൽ പിടിച്ചോണ്ട് നമ്മള് ഇവരൊക്കെ ആയിരുന്നപ്പോ ഇവരെ കയ്യിൽ പിടിച്ചോണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കയ്യിലൊക്കെ പിടിച്ചോണ്ടിരുന്ന സൈഡിൽ ഇരുത്തിയിട്ടൊക്കെ നമുക്ക് കഴിക്കാലോ. പക്ഷെ ഡൈനിങ് ടേബിളിന്റെ മേളിൽ ഇരുത്താൻ സ്ഥലമില്ല, നമുക്ക് താഴെ വെക്കാം കേട്ടോ. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റാ. അല്ല അല്ലേ? ഓക്കെ. ഇല്ല നമുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടായോ? നല്ലാണോ? എങ്ങനെയുണ്ട് ചക്കി? ഒരപ്പം മുറിക്കുമ്പോൾ 3 എണ്ണം ഒഴിച്ച് കുറഞ്ഞു വരും. അത്ര സോഫ്റ്റ് അല്ലേ? ഓടുവാണേ. അവളെ ഉണ്ണി എടുത്തിട്ട് അവളെ ഗ്രേവിക്കകത്ത് പൊടിച്ചിട്ടിട്ട് എഴുന്നിട്ട് ഉണ്ണി വേണ്ട. മാളാണ് ഫുഡ് കഴിക്കാൻ ഭയങ്കര വീക്കാണ്. ഓടിച്ചിട്ട് പിടിക്കുക. അടിയിരിക്കുന്നു. നാണക്കേട്. ഇത്രയും പിള്ളേരെല്ലാം കഴിച്ചു. ഏറ്റവും മൂത്താണ് ഇറങ്ങുന്നേ കൂടെ. ആള് പോയി കഴിച്ച മാളു. സത്യം പറയാൻ ഫുഡ് വേസ്റ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. കഴിക്കണവള് കഴിച്ചായിരുന്നു. അവള് 2 അപ്പം 3 അപ്പം അവള് കഴിച്ചായിരുന്നു. പക്ഷെ അവൾക്ക് മുട്ടയുടെ ഉണ്ണി ഇഷ്ടമായിട്ട് ഉണ്ണി അവളെ കറിക്ക് അത് പൊടിച്ചു വെച്ചു കാണാതിരിക്കാൻ. എന്നിട്ട് പതുക്കെ. അതുകൊണ്ടാണ് അവളെ അത് കഴിപ്പിച്ചത്. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇവരുടെ ബാക്കിയൊക്കെ തിന്ന് എനിക്ക് അണങ്ങാൻ പറ്റിട്ടുണ്ട്. ഇപ്പൊ വേണ്ട ജോണിക്കുട്ടിക്ക് അവന്റെ ഫർണിച്ചർ അവിടെ കിടക്കണം, ചേഞ്ച് ചെയ്യണമെന്ന് വരാൻ പറഞ്ഞാൽ വലിക്കുക. ജോണിക്കുട്ടിയുടെ റൂമില് ചേഞ്ചസ് വരുത്തണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ജോണിക്കുട്ടി പളം വരച്ചോണ്ട് വന്നേക്കുവാണ്. ഇതെന്താ ജോണിക്കുട്ടി ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? ഇതല്ലേ ഈ കൊച്ചു ഡൈപ്പർ സാധനം. അതിന്റെ മറ്റേ സൈഡിൽ ഇതല്ലേ ഒരു ടേബിൾ ഉണ്ട്. അത് ഈ ടിവിയുടെ താറ് നീക്കുന്നു. എന്നിട്ട് ഇത് അതൊരു സ്പോട്ടിലോട്ട് പോകണം, അങ്ങോട്ട് മാറ്റണം. അതാണ് ജോണിക്കുട്ടി ഇപ്പൊ പറയുന്നത്. അതായത് ജോണിക്കുട്ടിക്കും ബേബിക്കും കൂടെ ഒരു റൂമാണ് ഉള്ളത്. ആ റൂമിൽ ചേഞ്ചസ് വരുത്തണമെന്നാണ് ജോണിക്കുട്ടി പറയുന്നത്. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ജോണിക്കുട്ടിയുടെ ആഗ്രഹം ഇതാണ്. നമുക്ക് മാറ്റിയേക്കാം അല്ലേ? ഇവരുടെ ബാക്കി ഫുഡൊക്കെ കഴിച്ച് അനങ്ങാൻ വയ്യാണ്ട് കിടക്കുമായിരുന്നു. എന്നെ ഇട്ട് വലിക്കോ വന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞോണ്ട്. മാള് എന്തെടുക്കുമായിരുന്നു? എന്റെ ക്ലാസ്മേറ്റും എല്ലാം ഗേൾസിന് വാലന്റൈൻസ് ഡേന്റെ കാർഡ് ഉണ്ടാക്കുമായിരുന്നു. 11 കാർഡ്സ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് എന്റെ ഒരു ഞാൻ വിചാരിച്ചു സ്റ്റിക്കർ ഒട്ടിച്ചതാണ്, പക്ഷെ മാള് വരച്ചത്. ഞാൻ എല്ലാവരുടെ കാർഡിലും മറ്റേ അതിന്റെ അർത്ഥം ഹാപ്പി വാലന്റൈൻസ് ഡേ. പിന്നെ എല്ലാവർക്കും ഈ സംഭവം വരച്ചു കൊടുക്കും. പിന്നെ എല്ലാവർക്കും വരച്ചു കൊടുക്കണം. നല്ല രസമുണ്ട്. പേര് ചക്കിയുടെ പരിപാടി എന്താണ്? ഞാനും ഓക്കെ, ചക്കി വരച്ചിരിക്കുന്നത് ഇതാണ്. അടിപൊളി അടിപൊളി അടിപൊളി. പൂച്ചയാണോ? ഫ്രണ്ടിനുള്ളതാ. ചക്കി എത്ര ഉണ്ടാക്കണം? ഒരാളോ? ഞാന് 5 പേരുണ്ടാക്കണം. എനിക്ക് വയ്യടാ, എനിക്ക് ഇറങ്ങാൻ വയ്യടാ. അതിനിടയ്ക്ക് കൊച്ചണീര്, ഞാൻ കൊച്ചിനെ നോക്കാം. അയ്യോ എടാ അസക്കുട്ടാനെ രക്ഷിക്കടാ. യേശുക്കുട്ടൻ എണീറ്റടാ. ശരിക്കും ഇപ്പൊ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പണികളൊന്നുമില്ല. ഇനി ഒരു പണിയേ ഉള്ളൂ. വീണ്ടും ഒരു 7 മണിയാകുമ്പോൾ വെച്ചിട്ട് കഴിക്കുക അല്ലേ?
പറ്റുവാണ് നമുക്ക് കുറച്ച് നടക്കാൻ പോകണം. നടക്കാൻ പോകണം എന്നുള്ളതാണ്. അപ്പൊ സാധാരണ ഇങ്ങനെ നമ്മൾ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കേൾക്കാൻ വന്നിരിക്കും. അങ്ങനെ ഇരുന്നിരുന്നാണ് നമ്മുടെ ഫാമിലി ടൈം. അങ്ങനെയാണ് ഇതിന് ഓരോ വർത്തമാനം വിശേഷങ്ങളൊക്കെ ആയിട്ട് അത്താഴം കഴിക്കണം വരാം. പിന്നെ കുരിശ് വരാം, പിന്നെ നമ്മൾ കിടന്നുറങ്ങും. പക്ഷേ ഇവര് വന്നു കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കല് ഇല്ലാന്ന് തന്നെ പറയാം. ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവരടുത്ത് വരാറില്ല. കാരണം അവർക്കറിയാം നമ്മള് ബിസി ആയി സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുവായിരിക്കുമല്ലോ. അതുപോലെ TV വെച്ചാലും വർത്താനം പറയാൻ പറ്റാറില്ല. കാരണം നമ്മൾ മൂവി കണ്ടോണ്ടിരിക്കുമ്പോ വർത്താനം പറയത്തില്ലല്ലോ. ചുമ്മാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടി വരും. അതുകൊണ്ട് വീട്ടില് സാധാരണ നമ്മൾ വീഡിയോ എടുക്കാത്ത ദിവസങ്ങളിലൊന്നും ഫോൺ ഉപയോഗം ഇല്ല. അപ്പം ഞാനും ജോണിക്കുട്ടിയും ചിക്കും എസക്കൊണ്ടോട് കൂടി ഒരു ഈവനിങ് വാക്കിന് പോകാൻ വേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാളും ചക്കയൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നതാണല്ലോ, നടന്നു വരുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാന്ന് വിചാരിച്ചു. ഇച്ചിരി ഫ്രഷ് എയർ വെള്ളം വേണ്ടി ജോണിക്കുട്ടിയാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അല്ലേ സെറ്റപ്പ് ആക്കുവാണ്. എവിനെ കിടത്താൻ വേണ്ടിയിട്ട് ഇന്ന് മൈനസ് ഇപ്പോൾ 10-11 ഒക്കെ തോന്നുന്നു, ചെക്ക് ചെയ്തില്ല. അപ്പൊ കൂട്ട് വരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോഴേക്കും ജോണിക്കുട്ടി ഉഷാറായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഡേ കെയറിൽ പിന്നെ ജോണിക്കുട്ടിനെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവിടുവാണല്ലോ ചെയ്യുന്നത്. ഡേ കെയറിൽ നിന്ന് അവരെ പുറത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകുന്നത് നല്ലതല്ലേ. എന്തായാലും അവന് ഇൻട്രസ്റ്റിംഗ് ആണ് ബേബിയുടെ കൊടുത്ത് വരാൻ. ഇന്നിപ്പോ ചോദിച്ചപ്പോഴേക്കും ഞാൻ പോകാന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയിട്ട് വരാം. ഞങ്ങളെല്ലാം പോകാൻ വേണ്ടി റെഡി കഴിഞ്ഞപ്പം ചിക്കു ഡ്രസ് മാറിയ സ്കേർട്ട് ഇട്ടോട്ട് കിടക്കുന്നത്. ജോണിക്കുട്ടി ഊരി വെച്ചിട്ട് വേടാ. പുറത്ത് ചെറിയ കാറ്റുണ്ട്, ഇന്ന് നല്ല ടെമ്പറേച്ചർ. പക്ഷേ ഈ രാത്രി നടക്കാൻ പോകുമ്പോണ്ടല്ലോ, രാത്രിയല്ല അധികം നേരമായില്ല, ഈ വീടുകളിൽ ലൈറ്റും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. എന്നാ ജോണിക്കുട്ടി? വൈകിട്ടായിരിക്കും. വൈകിട്ടെന്ന് പറയണം അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ നടക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ തന്നെ നടക്കുന്നത്. മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ദിവസം നടക്കാറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ദഹിപ്പിച്ചിട്ട് വേണമല്ലോ അടുത്ത ട്രിപ്പ് കയറാൻ. കാരണം നന്നായിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ പോയി കഴിയുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് നല്ല ഫ്രീ ആയി, എന്നാൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നും. മാക്സിമം അവന് പാല് കൊടുത്തിട്ട് കൊണ്ടുവരുവാണെങ്കിൽ അവൻ കരഞ്ഞ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫ്രീസിങ് കോൾഡിൽ നമുക്ക് പുറത്തിരുന്ന് പാല് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് തന്നെയല്ല, കുപ്പിയിലാക്കി കൊണ്ടുവന്നാൽ തണുത്തും പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാക്സിമം പാല് കൊടുത്തിട്ട് അവനെ കൊണ്ട് നടക്കാൻ ഇറങ്ങുവാണെങ്കിൽ സുഖമാണ്. പക്ഷെ പാലും കൊടുത്ത് ഇതെല്ലാം ഒരുക്കി പറക്കി വരുമ്പോഴേക്ക് എൻ്റെ നടുവിനൊക്കെ ഭയങ്കര ജാക്കറ്റുകൾ ഇതെല്ലാം സാധനം ഇടാൻ വേണ്ടി എല്ലാവരും കൂടി നമുക്ക് ടൈം എടുക്കുമല്ലോ, പ്രത്യേകിച്ച് കൊച്ചിനും. ആരെങ്കിലും കൂട്ടി ഉണ്ടെങ്കിൽ പിച്ചാനും ഉണ്ടെങ്കിൽ എനിക്ക് ഈസിയാണ്. പകുതി കാര്യങ്ങൾ ഇച്ചാൻ ചെയ്യണം, പകുതി കാര്യം ഞാൻ ചെയ്യണം. പിന്നെ നമുക്ക് ഈസിയായിട്ട് നടക്കാൻ ഇറങ്ങാൻ പറ്റും. നല്ല വൈബാണ്. നല്ല വിൻ്ററിൽ തണുപ്പത്ത് ഇരുട്ടൊക്കെ ഉള്ള സമയത്ത് നടക്കാൻ പോകുമ്പോൾ വീഡിയോയുടെ ലൈറ്റ് അതുപോലെ എല്ലാം കാണുമ്പോൾ ഭയങ്കര രസമാണ്. എല്ലായിടത്തും ലൈറ്റൊക്കെ ഉണ്ടാവും. ഭയങ്കര ഉറക്ക വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇപ്പോൾ വീഡിയോയിൽ ഇച്ചിരി കേൾക്കാൻ വേണ്ടി സംസാരിച്ചു എന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ എല്ലാവരും നിശബ്ദമായിട്ട് നടന്ന് നേച്ചറിൻ്റെ ഇതൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. പിന്നെ മാളും ചക്കിയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇഷ്ടമാണ്. ഇങ്ങനെ ഫാമിലിയായിട്ട് നമ്മൾ ഒരുമിച്ച് നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് വീട്ടിനകത്ത് കയറും. പിന്നെ ഇന്നിപ്പോൾ അവർ സ്കൂളിൽ അങ്ങോട്ടും പോയി തിരിച്ചും നടന്നു വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമായിട്ട് ഇറങ്ങാമെന്ന്. അവർ മറ്റേ കാർഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോയുടെ ലൈറ്റുകൾ ഒക്കെ കാണുമ്പോൾ രസമാണ്. അതായത് ഓപ്പോസിറ്റാണ് തന്നെ. പ്രത്യേകിച്ച് ഇന്ന് സ്നോ, കഴിഞ്ഞ ദിവസമൊക്കെ സ്നോ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഡേ ടൈമിൽ ഇന്നൊരു കുറച്ച് സ്നോ പെയ്തായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസം മൊത്തം -10 മുകളിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എപ്പോഴും വെതർ മാറിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെയുണ്ട് ജോണിക്കുട്ടി ബേബിനെ തള്ളിക്കൊണ്ട് പോകുന്നേ. ഇഷ്ടമായോ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങണ്ടേ? ഇനിയിപ്പോൾ ആരും ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിലും ജോണിക്കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ. കഴിഞ്ഞ ദിവസം നമ്മൾ നടക്കാൻ പോയ വീഡിയോയ്ക്കകത്ത് താഴെ റോട്ടിലൊന്നും മഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പോഴൊക്കെ കുറേ മഞ്ഞ് ഇങ്ങനെ ഫ്രോസനായി കിടക്കുവാണ്. മോനെ പയ്യെ പൊക്കേടാ. അവിടെ നിന്ന് ഒരു ഷോർട്ട് വാക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ജോണിക്കുട്ടി തേണ്ട മെയിൻ റോഡിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു പാലമുണ്ട്. അപ്പോൾ പാലത്തെ കയറിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനത്തെ ഈ പ്രാമിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഫ്ലൂറസെൻറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം ഇച്ചിരി ഡാർക്കിലൂടെ പോയാലും നല്ല തിളക്കം കാണാൻ പറ്റും. ടയറയിലാണെങ്കിലും അതിൻ്റെ സൈഡിലൂടെയൊക്കെ ആണെങ്കിലും. എൻ്റെ ഡേക്കറിലാണെങ്കിൽ എൻ്റെ ടീച്ചർമാർ എന്തൊക്കെയോ മിണ്ടിയേ. ഒരു 5 minutes ഒരു കിഡ്സ് മൂവിയാണ്.
5 minutes ഉള്ളത്. എന്നിട്ട് അത് നമ്മൾ നോക്കിയേ. എനിക്ക് ആക്ച്വലി ഒന്നും ഞാൻ അവർ മിണ്ടിയപ്പോണെങ്കിൽ അതിനെ കുറിച്ച് ഞാനാണെങ്കിൽ ചെവി ഓപ്പൺ ആക്കിയിട്ട് കേട്ടോണ്ടിരുന്നേ. എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു മൂവിയെ കുറിച്ച് പിന്നെ എന്തൊക്കെയോ വേറെ. ഇവിടെയാണ് പിള്ളേർ നമ്മുടെ ആടിനെ കാണാൻ പറ്റുന്നത്. ഇതൊരു ഇവിടുത്തെ തൊട്ടടുത്തൊരു ഹോട്ടലാണ്. ഓർഗാനിക് ആയിട്ടുള്ള ആടൊക്കെ ഉണ്ട്, കോഴിയുണ്ട് ഇതിനകത്ത്. അത് ആടിന് പുറത്തുണ്ട്, ഒരെണ്ണം പുറത്താണ്. തല കാണാൻ വരുന്നുണ്ടോ? ആടുണ്ട്, ഇതിനകത്ത് കോഴിയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് തണുപ്പായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത്. ആ, ഇവിടെ എല്ലാ സാറ്റർഡേയും ഇതിന് മീറ്റ് ഒക്കെ കൊടുക്കും. ഇവിടെ ജോണിക്കുട്ടി ചക്കിയൊക്കെ എപ്പോഴും വരുന്നതാണ്. മാളുമൊക്കെ അതെ ആട് വരുന്നുണ്ടോ? എല്ലാം വന്നു നോക്കി. സാധാരണ ഇതിൽ ഒരു ക്യാരറ്റ് കൊണ്ട് കൊടുക്കും ആൾക്കാർ വരുമ്പോഴേ. എന്നാ പറഞ്ഞേ? ആടിനാണെങ്കിൽ സോ ക്ലോസ് ആണ്. കൊഞ്ചിക്കാൻ വേണ്ടി ഭയങ്കര ക്ലോസ് ആയിരുന്നു. കുട്ടി ആടിനെ വിളിക്കാൻ പോയി സ്നേഹം കൊണ്ട്. അങ്ങനെ ഈ പാലമാണെന്ന് നമ്മുടെ കളർ മാറിക്കൊണ്ടിരുന്ന പാലമാണ്. ഇപ്പൊ എന്നാണ് ഇപ്പൊ കളറൊന്നും മാറുന്നില്ല. രാത്രിയിൽ സേവിങ്സിന്റെ ലൈറ്റ് ഫീസ് ആയി പോയി. ലൈറ്റ് ഫീസ് ആയിപ്പോട്ട് മാറ്റാത്താണ് നടത്തില്ല. നേരത്തെ പല കളറിലായിരുന്നു. ഇപ്പൊ 15 മിനിറ്റോളം നമ്മൾ നടന്നു. ഇന്നിപ്പോ നമ്മൾ തിരിച്ചു നടക്കണം 15 മിനിറ്റ്. കമോൺ ലെറ്റ്സ് ഗോ ഡ്രാ. വാ ബേബി എന്നെ എടുക്കുന്നു. ബേബി എണീറ്റിരിക്കണോ നോക്കിയേ. ആ വെട്ടത്തിന്റെ താഴേക്കല്ല. കാണാവോ? ബേബിയെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ബേബി ഉറക്കം കേട്ടോ. അച്ചോടി. അയ്യോ അവന് ലൈറ്റ് അടിച്ചപ്പോ ഇതായി. അതായത് നമ്മൾ കാറ്റടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഫ്രണ്ട് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വാമായിട്ട് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ തണുപ്പ് ഏൽക്കത്തില്ല. മെയിനായിട്ട് ന്യൂ ബോൺസിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ വാമായിട്ട് പൊതിഞ്ഞ് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട അവരുടെ തലയാണ്. കാരണം എല്ലൊന്നും ഇങ്ങനെ കൂടിയിട്ടില്ലോ. അപ്പോൾ ബ്രെയിനൊന്നും തണുപ്പടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല വാമായിട്ടുള്ള ക്യാപ്പിടും. പിന്നെ ആ ജാക്കറ്റിൻ്റെ തൊപ്പിയുണ്ട്. പിന്നെ തലയുടെ ഭാഗത്തായിട്ട് നമ്മൾ നല്ല വാമായിട്ടുള്ള സാധനം ഇങ്ങനെ പില്ലോ പോലെ പുറത്തുനിന്നുള്ള തണുപ്പ് ഇതുണ്ടോ. ഇവിടുന്ന് ഒക്കെ തണുപ്പ് കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എക്സ്ട്രാ ലെയർ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തലയുടെ ഭാഗം ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ് മാത്രമാണ് പുറത്ത് കാണുള്ളൂ. പക്ഷെ അതും ഇതിനുള്ളിലായതുകൊണ്ട് അങ്ങനെ തണുപ്പ് പെട്ടെന്ന് അടിക്കില്ല. ജോണിക്കുട്ടി നടന്നു മടുത്തു. റോട്ടിലൊരു സ്റ്റൂള് കണ്ടുപിടിച്ചു, ഐസിന്റെ ഒരു കസേര. ഐസ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുമ്പോഴേ നമ്മുടെ നാട്ടിലെ കട്ടലിനകത്തൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ നല്ല കുലുക്കോ കുലുങ്ങി ചെറിയ കുലുക്കം ഉണ്ടാവും. ഫിൻലൻഡിലെ ട്രഡീഷണൽ വീടാണ് റെഡ് ഹൗസ്. റെഡ് ഹൗസ് വിന്ററിലും കാണാൻ ഭംഗിയാണ്, സമ്മറിലും കാണാൻ നല്ല ഭംഗിയാണ്. റെഡ് ഹൗസ് ആണോ? അങ്ങനെ നമ്മൾ 3/4 മണിക്കൂറോളം നടന്ന് തിരിച്ച് നമ്മുടെ സ്ട്രീറ്റിലെത്തി. അങ്ങനെ ഫൈനലി വി ആർ ഇൻ. പക്ഷേ കൊച്ചു നല്ല ഉറക്കം കേട്ടോ. നോക്കി ചിക്കു. ആ നോക്കി നല്ല ഉറക്കണം നോക്കി. ആ വെട്ടടിച്ചു പോയിട്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ മാളുമൊക്കെ തെന്നിച്ച് കിടന്ന സ്ഥലമാണിത്. കണ്ടാ പറയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കുത്തിയിടണം. കാരണം വെച്ചാൽ ഇന്ന് കറണ്ട് ചാർജ് കുറവുള്ള ദിവസം നമ്മൾ കുത്തിയിടുവാണെങ്കിൽ ലാഭകരമാണ്. ഈ സ്ട്രീറ്റിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന വീട് നമ്മുടെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കാർ കുത്തിയിട്ടിട്ടല്ലേ കയറുന്നേ? ആ, നമ്മൾ കറണ്ട് ചാർജ് കുറവുള്ള ദിവസം വണ്ടി കുത്തിയിടും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഓട്ടം ഇലക്ട്രിക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി തിരിച്ച് നമ്മൾ അകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. പൊക്കി കയറ്റി നമ്മൾ ബാക്കി കൊണ്ടുപോയിരിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നോ മാറ്റണം അല്ലേ? സ്നോ മാറ്റിയിട്ടില്ല നമ്മൾ. അപ്പോൾ നല്ല ഉറക്കമാണ്. ഇച്ചിരി വരെ ഇവിടെ നിന്ന് ഉറങ്ങട്ടെ അവൻ. ഓക്കെ, നമ്മൾ അവനെ എടുത്ത് വീട്ടിനകത്ത് കയറ്റിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. -10 ഓ കണ്ണു തുറന്ന് നടക്കുവാണേ. ആണോ? ആ കണ്ടോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അവനെ ബാസ്കറ്റോട് കൂടി അകത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നെയ്ബേഴ്സ് പട്ടിയേം കൊണ്ട് പോയി വന്നു, നമ്മൾ കുട്ടിയേം കൊണ്ട് പോയി വന്നു. അങ്ങനെ നമ്മൾ പോയി തിരിച്ചു കയറി വന്നപ്പോഴേക്കും മാളും ചെക്ക് ഇവിടെ എന്നായിരുന്നു പരിപാടി? അത് ശരി. ആർക്ക് ടിക്ടോക്ക് ഉള്ള നിങ്ങളില്? ഓഹോ, ചെറുകുട്ടി കവിള് തണുത്താ? ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴേക്കും കഴിഞ്ഞു. ഇത്രയും കാർഡുകൾ മാളും ഉണ്ടാക്കി. മാളും ചക്കിയും ഉണ്ടാക്കി അല്ലേ? ഇത് മാളിൻ്റെ ആണോ? ഇത് മാളിൻ്റെ. ഓക്കെ, ചക്കിയുടെ എന്തിയെ? ഡാൻസ് കളിക്കുമായിരുന്നു.
സമയം ഇപ്പോൾ 8 മണിയായിട്ട്. സാധാരണ ഇത്രയും ഫുഡ് കഴിക്കാറില്ല. ഇന്ന് കുറച്ചും പറഞ്ഞ പോലെ ഒരു ചെറിയ മീൻ വറുത്തതുണ്ട്. നമ്മൾ അവിടുന്ന് ദുബായിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പച്ചമീൻ വാങ്ങിച്ചുകൊണ്ടെന്നാണ്. പിന്നെ ചിക്കുവിൻ്റെ ചമ്മന്തി, സാമ്പാർ, ചോറ്. അത്താഴം കഴിച്ചിട്ട് നമ്മള് പിള്ളേരും കഴിക്കട്ടെ. പിള്ളേർ ജോണിക്കുട്ടി ഇപ്പോൾ കഴിച്ചോണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല. ഇനി ചക്കിയും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ തട്ടുകട ക്ലോസ് ചെയ്തു. രണ്ടെണ്ണം വലുത് പിങ്ക് ഇനി ഇല്ല. അയ്യോ പാപ്പ വീടെടുക്കും. അപ്പൊ നടത്തവും കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഒരു സീരീസ് ഇവര് കാണുന്നുണ്ട്. ഏതായിരുന്നു എന്റെ പേരിന്? അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. നമ്മൾ കണ്ടിരുന്നു പോകും. നല്ല മോറൽ സ്റ്റോറീസ് ഒക്കെ ഒരു മൂവി കാണുന്ന എഫക്റ്റ് ഉണ്ട്. അപ്പൊ കുറച്ചു നേരം അത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി കുരിശരയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് അല്ലേ? അപ്പൊ നടത്തം കഴിയുമ്പോ ജോൺകുട്ടി ക്ഷീണിച്ചോ? ടയർഡായോ? അയ്യോ ഓക്കെ, നമുക്ക് പറ വൈകിട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓ ശരിയാണല്ലോ.